മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതൃകയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറയണം. വി.ഡി. സതീശനെതിരെ കെ.ടി. ജലീലിന്റെ ചോദ്യശരങ്ങൾ. പഴയ കാര്യങ്ങൾ പൊടി തട്ടിയെടുത്ത മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച കെ.ടി. ജലീൽ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കടുത്ത വിമർശനവുമായി മുൻ മന്ത്രിയും CPM നേതാവുമായ കെ.ടി. ജലീൽ. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തെയും കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്രയെയും ചോദ്യചിഹ്നമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീൽ രംഗത്തെത്തിയത്. പിണറായി വിജയന്റെ ഭരണശൈലിയെ ഒരിക്കൽ പ്രശംസിച്ച വി.ഡി. സതീശന്റെ പഴയ പത്ര കട്ടിംഗ് പങ്കുവെച്ചുകൊണ്ടാണ് ജലീലിന്റെ ഈ വിമർശനം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഏത് നിക്ഷേപ പ്രഭുക്കളെ കാണാനാണ് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിയത് എന്ന ചോദ്യത്തോടെയാണ് ജലീലിന്റെ കുറിപ്പ് തുടങ്ങുന്നത്. എവിടെയാണ് കൂടിക്കാഴ്ച നടന്നത്? ചർച്ച വിജയിച്ചോ? എത്ര കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്? ഏത് മേഖലയിലായിരിക്കും നിക്ഷേപം? എന്നിവയെല്ലാം മുഖ്യമന്ത്രി പൊതുജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിലെ കൂടിക്കാഴ്ച വ്യക്തിപരമായ ആവശ്യത്തിനായിരുന്നുവെങ്കിൽ വിശദീകരണം വേണ്ടതില്ലെന്നും, എന്നാൽ സംസ്ഥാനത്തിന്റെ താൽപര്യവുമായി ബന്ധപ്പെട്ട നിക്ഷേപ ചർച്ചയായിരുന്നുവെങ്കിൽ അതിന്റെ എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ വെക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടെന്നും ജലീൽ പറഞ്ഞു. സംസ്ഥാന താൽപര്യം മുൻനിർത്തിയുള്ള കൂടിക്കാഴ്ചയാണ് നടന്നതെങ്കിൽ ആരെയാണ് കണ്ടത്? ഏത് കമ്പനിയാണ്? എത്ര കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്? ഏത് മേഖലയിലാണ് നിക്ഷേപം വരുന്നത്? എന്നീ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നായിരുന്നു ജലീലിന്റെ ആവശ്യം. സംസ്ഥാനത്ത് കനത്ത മഴയും പ്രകൃതി ദുരന്തങ്ങളും മൂലം 8 പേർ മരിച്ച സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സമയത്താണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിയതെന്നും, അത്തരമൊരു സാഹചര്യത്തിൽ അത്രയും പ്രാധാന്യമുള്ള വ്യവസായ പ്രമുഖൻ ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി. പിണറായി വിജയന്റെ പ്രധാന ഗുണം എന്ത് എന്ന ചോദ്യത്തിന് വി.ഡി. സതീശൻ മുൻപ് നൽകിയ മറുപടിയും ജലീൽ തന്റെ പോസ്റ്റിൽ ഉദ്ധരിക്കുന്നുണ്ട്. പിണറായി വിജയനെ ഏത് കാര്യത്തിനും വിളിച്ചാൽ ഫോൺ എടുക്കുമെന്നും, അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ വിളിക്കുമെന്നും, അതെ അല്ലെങ്കിൽ അല്ല എന്ന വ്യക്തമായ മറുപടിയാണ് നൽകാറുള്ളതെന്നും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രതീക്ഷ നൽകി വിടാറില്ലെന്നും, പൊതുവേദിയിൽ ഒരിക്കലും നുണ പറയാറില്ലെന്നും സതീശൻ പറഞ്ഞതായി ജലീൽ ഓർമ്മിപ്പിച്ചു. അതേ മാനദണ്ഡം ഇപ്പോൾ മുഖ്യമന്ത്രി സ്വയം പാലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുമെന്നും, ഒരു കളവ് മൂടിവെക്കാൻ 100 നുണകൾ പറയേണ്ടി വരുമെന്നുമായിരുന്നു ജലീലിന്റെ മറ്റൊരു വിമർശനം. മുഖ്യമന്ത്രി കൂടുതൽ ഗൗരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും, കൊഞ്ചിക്കുഴഞ്ഞ വർത്തമാനങ്ങളും അടുക്കളയിൽ പോയി ചട്ടിയുടെ മൂടി തുറന്ന് കറിയുടെ സ്വാദ് നോക്കുന്നതുമൊക്കെ നിയുക്ത KPCC പ്രസിഡന്റിനെ ഏൽപ്പിച്ചാൽ മതി എന്ന പരിഹാസവും ജലീൽ ഉന്നയിച്ചു. ജ്വല്ലറി ഉദ്ഘാടനങ്ങൾക്കും കോഫി ഷോപ്പ് ഉദ്ഘാടനങ്ങൾക്കും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ നിയോഗിക്കാമെന്നും, എന്നാൽ സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തതയും ഉത്തരവാദിത്തവും പുലർത്തണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പിണറായി വിജയന്റെ ഭരണശൈലിയെ ഒരിക്കൽ പ്രശംസിച്ച വി.ഡി. സതീശൻ ഇപ്പോൾ അതേ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൊച്ചി സന്ദർശനവും നിക്ഷേപക കൂടിക്കാഴ്ചയും സംബന്ധിച്ച് ജലീലിന്റെ ചോദ്യങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.